ഈ പൂവ് അലങ്കരിച്ചിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുള്ളൂ. അതിന്റെ ഉള്ളില് ഈ സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം കാവടി ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. അത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? കാവടി എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യന് അഭിഷേകങ്ങൾ, അഷ്ടാഭിഷേകങ്ങൾ എന്ന് പറയും. അത് കരിക്കുണ്ട്, പാലുണ്ട്, നെയ്യുണ്ട്, പഞ്ചാമൃതമുണ്ട്, അങ്ങനെയുള്ള ഐറ്റങ്ങളുണ്ട്. അപ്പൊ അതാണ് ഈ കാവടിക്ക് അവര് നൊയമ്പെടുത്ത് അത് നെയ്യ് നിറയ്ക്കണ പോലെ നൊയമ്പെടുത്ത് പാത്രത്തിൽ നിറച്ച് ഇവിടെ തുള്ളിക്കൊണ്ട് വരികയാണ്. അതായത് ഈ സാധനങ്ങൾ പാത്രത്തിൽ നിറയ്ക്കും. പാത്രമല്ല, അതിന് പ്രത്യേക പാത്രങ്ങളുണ്ട്. ആ പാത്രത്തിൽ നിറച്ച് ഇപ്പൊ കാവടി നമ്മൾ ആ പൂക്കൾ കണ്ടിട്ടില്ലേ, അതിന്റെ അടിയിൽ ഒരു പീഠം ഉണ്ടല്ലോ, ആ പീഠത്തുമ്പിലാവും ഇത് വയ്ക്കുണ്ടാവും, പാലുണ്ടാവും. അതൊക്കെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അതിന് പ്രത്യേക ഒരു മൊന്ത പോലെ ഉണ്ടാവും. അതിൽ കൊണ്ടുവന്ന് അത് മാത്രത്തേക്ക് കൊടുക്കുള്ളൂ, അത് അഭിഷേകം ചെയ്യും. അപ്പൊ ശരിക്കും കാവടി എന്ന് പറഞ്ഞ ഇപ്പൊ സാധാരണ നമ്മൾ കാണുമ്പോ ഈ പൂവ് അലങ്കരിച്ചിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുള്ളൂ. അതിന്റെ ഉള്ളില് ഈ സാധനം ഏത് ദ്രവ്യം വേണമെങ്കിലും കാവടിയിൽ വെക്കാം. അപ്പൊ അത് ഭഗവാന് നേദിക്കാൻ അങ്ങനെ അഭിഷേകത്തിനാണ്. അപ്പൊ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ആ ഒരു ചിട്ട കാര്യങ്ങളൊക്കെ അതെന്തൊക്കെയാണ്? 6 ദിവസത്തെ വ്രതമാണ് സാധാരണ എടുക്കുന്നത്. സുബ്രഹ്മണ്യൻ 6ആണല്ലോ പ്രധാനം. അപ്പൊ 6 ദിവസത്തെ വ്രതം എടുത്ത് എല്ലാ ദിവസവും കുളിക്കുക, ജപം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഭക്തിയായി മറ്റേ കുളിച്ച് നിറച്ച് പിന്നെ ഘോഷയാത്രയായിട്ടുള്ള വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്തെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ പാത്രങ്ങളുണ്ടാവും, അത് ഇവിടെ കൊണ്ടുപോകും, സമർപ്പിക്കും. അപ്പം ഈ കാവടി എടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടാണോ? അത് എന്തൊക്കെയായിരിക്കും ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും? അത് ഇത് തന്നെ പ്രാരബ്ധങ്ങളും വീടുകളും അത് പൊതുവെ പുരുഷന്മാരല്ലേ എടുക്കുന്നത്? കാവടി പുരുഷന്മാർ, അത് സ്ത്രീകൾക്ക് എടുക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ശരിക്കും കാവടി എന്ന് പറഞ്ഞ ഈ ദ്രവ്യങ്ങളാണ് മെയിൻ ആയിട്ട്. ദ്രവ്യങ്ങളാണ്, അഭിഷേകത്തിനുള്ള ദ്രവ്യങ്ങളാണ് കാവടി. അതിനൊരു അലങ്കാരമാണ് ഈ പൂക്കള്.